പെടുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം മേടിച്ചതിന്റെ പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ മീഡിയ ഒന്നും മിണ്ടുന്നേയില്ല, വായനക്കുന്നേയില്ല. വീണ വിജയനെതിരെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു 182 കോടി രൂപയുടെ കാര്യമാണ്. അതായത് ഇവരുടെ ഒരു റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഇവർ അനാവശ്യമായിട്ട് ചെലവുകൾ ഉയർത്തി കാണിച്ചു എന്നുള്ളതാണ് ഇതിലെ കേസ്. അതിലൊരു 130 കോടി രൂപ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. 70 കോടി രൂപക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഇവർ സമ്മതിച്ചു. എന്നിട്ട് അതിന്റെ ടാക്സ് അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ അനാവശ്യമായി ചെലവുകൾ ഉയർത്തി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? അതിൽ മണി ലോണ്ടറിങ് വേണം. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള മണി ലോണ്ടറിങ് വേണം. യഥാർത്ഥത്തിൽ വീണയുടെ കേസിൽ പോലും അത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കണൊക്കെ അതിന്. പക്ഷെ ഇതിലെ ബാക്കിയുള്ളവരൊക്കെ മേടിച്ചേക്കണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയാം, ആരും പറയാത്തൊരു കാര്യം, 40 കോടി രൂപ ഇവർക്ക് പണമായി കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്. ആ 40 കോടി രൂപ പണമായി കിട്ടിയത് വരവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായി? അതിന് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഈ കമ്പനി എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതായത് 35% ഷെയർ ഇപ്പോഴും കരിമണൽ കടത്തൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ഷെയറുകളിൽ 13.4% കേരള ഗവൺമെന്റ് ഷെയറാണ്. KSIDC എന്ന് പറഞ്ഞ സ്ഥാപനം അതിന്റെ ഷെയറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരുമാനം കിട്ടിയ കാശ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ടർ ബോർഡിനെയും ബാക്കിയുള്ളവരെയൊക്കെ പറ്റിക്കുന്നതിന് തുല്യാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, പക്ഷെ ഷെയർ എടുത്ത് എല്ലാവരെയും പറ്റിക്കുന്നതിന് തുല്യാണ്.